സ്വാഗതം. ന്യൂസ് ആൻഡ് വ്യൂസ് തുടങ്ങും മുമ്പ് തന്നെ സ്റ്റുഡിയോയിലെ ചർച്ചകൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്ന് കണ്ണൂരിൽ CPIM പ്രവർത്തകനെ RSSകാർ വെട്ടിക്കൊന്നു. ഈ കണ്ണൂരിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരളത്തിൽ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ദില്ലിയിൽ AKG ഭവന് നേരെ നടന്ന ആക്രമണം, ഈ ഒരു വിഷയത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിലവിലെ ഈ വിഷയങ്ങളിലെയൊക്കെ രാഷ്ട്രീയം പരിശോധിക്കുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസ്. കണ്ണൂരിൽ വീണ്ടും സംഘർഷം. ഒരു CPIM ലോക്കൽ കമ്മിറ്റി അംഗത്തെ പട്ടാപ്പകൽ വെട്ടിക്കൊന്നു. ഈ സംഭവം നടക്കുമ്പോൾ തന്നെയാണ് ദില്ലിയിൽ CPIM കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് BJP ആക്രമണം ഉണ്ടായത്. ഈ വിഷയം തന്നെയാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിലേക്ക് വരികയാണ്. നമ്മോടൊപ്പം ട്രിവാൻഡ്രം സ്റ്റുഡിയോയിൽ നിന്നും തത്സമയം ശ്രീ PM മനോജ്, ശ്രീ MS കുമാർ, ശ്രീ ഫക്രുദ്ദീൻ, അഡ്വക്കേറ്റ് BRM ഷഫീർ എന്നിവർ തത്സമയം ചേരുന്നതോടൊപ്പം ദില്ലി സ്റ്റുഡിയോയിൽ നിന്നും ശ്രീ PV തോമസ് എന്നിവർ നമ്മോടൊപ്പം തത്സമയം ചർച്ചയിൽ ജോയിൻ ചെയ്യുന്നത്. ആദ്യം തന്നെ ശ്രീ ഫക്രുദ്ദീൻ, തുടർച്ചയായി ഒരുപക്ഷെ ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഇത്തരത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇന്നിപ്പോൾ ഈ മരണത്തിന് ഉത്തരവാദി RSS എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. തുടർച്ചയായി ഇത്തരം ഒരുപക്ഷെ മരണം അടക്കമുള്ള കാര്യങ്ങൾ, മറ്റ് അക്രമ സംഭവങ്ങൾ അടക്കം സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ആവർത്തിക്കുന്ന ഒരു പശ്ചാത്തലം ഇത് നിലവിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ എൻ്റെ പ്രിമൈസ് വളരെ കൃത്യമാണ്. ഇത് 57 ഗവൺമെൻറ് എങ്ങനെയാണോ കോൺഗ്രസ് അവരായി തുടങ്ങി വെച്ച അക്രമ സമരങ്ങളിലൂടെ അട്ടിമറിച്ചത്, അതേ രീതിയിൽ ഏറ്റവും ജനാധിപത്യപരമായി കേരളത്തിലെ ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് സൊസൈറ്റിയെ നിലനിർത്തണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടുകൂടി മലയാളികൾ അധികാരത്തിലെത്തിയ ഈ ഗവൺമെൻറ്റിനെ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് പിരിച്ചുപിടിപ്പിക്കാനുള്ള ഒരു സന്ദർഭം സൃഷ്ടിക്കുകയാണ്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വരുന്ന ഒരു സമയത്ത് ഇവിടെ LDF വരും എന്ന് തോന്നിയ സന്ദർഭത്തിൽ പിണറായി വിജയൻ്റെ വീടിന് മുന്നിലുള്ള, അത് പാർട്ടി ഗ്രാമമാണ്, അത് ശക്തമായിട്ടുള്ള ബാനറുകൾ കത്തിച്ചു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ വിജയാഹ്ലാദ പ്രകടനത്തിന് നേരെ വണ്ടി കൊണ്ടുവന്നിരിച്ചു, ആക്രമണം ഉണ്ടായി, ഒരു സഖാവ് മരിച്ചു. അതിനുശേഷം ഒരു പ്രശ്നം ഉണ്ടാകാത്ത പയ്യന്നൂർ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലമാണ്. അവിടെ സംഘത്തിൻ്റെ ഒരു സ്വാധീനം പോലും വളരെ കുറവാണ്. അവിടെ പ്രധാനപ്പെട്ട ഏറ്റവും ജനകീയ സഖാവിനെ വെട്ടിക്കൊന്നു. അപ്പോൾ ഇതെല്ലാം പിന്നെ വളരെ കൃത്യമായി. അത് മാത്രമല്ല, ഇവിടെ BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിക്കപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി ഓഫീസ് BJPനെ ആക്രമിക്കപ്പെട്ട തെറ്റ് തന്നെയാണ്. പക്ഷേ ഒരു തെളിവില്ലാതെ അത് CPM ആണ് വരുത്തി തീർക്കുക, എന്നിട്ട് ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുക. ഇതെല്ലാം തന്നെ വളരെ ആസൂത്രിതമായ ഫ്രെയിംവർക്ക് ഉണ്ടാക്കുക. അത് ഉപയോഗിച്ചുകൊണ്ട് ഇന്നും കീഴടക്കാൻ പറ്റാത്ത മലയാളി മനസ്സിനെ ഇന്ന് ഇപ്പോൾ ഈ ഭരണത്തിൻ്റെ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പണ്ട് ഇന്ദിരാഗാന്ധി ചെയ്ത പോലെ കീഴടക്കുക എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഈ ഗവൺമെൻറ് പിടിച്ചു വിട്ടുകൊണ്ട് ഇവിടെ അക്രമം അരാജകത്വം എന്നൊക്കെ വന്ന് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കൊണ്ടുവരിക, പ്രസിഡൻഷ്യൽ ഭരണ സംവിധാനം കൊണ്ടുവരിക, എന്ന് ഇലക്ഷൻ നടത്തുക, ഇവിടെ BJPക്ക് ജയിച്ചു വരാനുള്ള സന്ദർഭം ഉണ്ടാക്കുക. അതിനു വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്ത്യ വലിയൊരു സംഘർഷത്തെ, പാകിസ്ഥാനുമായിട്ടുള്ള വലിയൊരു സംഘർഷം നേരിടുമ്പോൾ ആ വിഷയത്തിൽ നരേന്ദ്രമോദിയുടെ പിന്നിൽ എല്ലാവരും രാഷ്ട്രീയ ഭേദമന്യെ അണിനിരക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കി മലയാളികളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കേണ്ട ഒരാവശ്യമില്ല. ഷഫീർ, ഇവിടെ അതാണ് സുപ്രധാനമായ വിഷയം. ഒന്നാമത് ദേശീയ തലത്തിൽ അല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നമ്മൾ വലിയ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അതിർത്തി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ബാക്കി നിരവധി വിഷയങ്ങളൊക്കെ തന്നെയും കേന്ദ്ര സർക്കാരിന് മുന്നിൽ സോൾവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും സുപ്രധാനമായി ഉള്ളത് ഈ കേരളത്തിലെ വിഷയമാണ്, അല്ലെങ്കിൽ കേരളത്തിലെ വിഷയത്തെ ഇങ്ങനെ നേരിടേണ്ടത് എന്നൊരു തെറ്റായ സൂചന ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? അല്ല, ഞങ്ങൾ ഇതിനെ കാണുന്നത് അക്രമത്തിൻ്റെ കാര്യത്തിൽ CPMഉം BJPയും എല്ലാം ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഇവർ രണ്ടു കൂട്ടരും ഒരു കൂട്ടർ സംസ്ഥാന ഭരണത്തിൻ്റെ തണലിലും മറ്റൊരു കൂട്ടർ കേന്ദ്ര ഭരണത്തിൻ്റെ തണലിലും സാധുക്കളെ കൊന്നൊടുക്കിക്കൊണ്ടുള്ള രാഷ്ട്രീയ പോത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗുജറാത്തിലാണെങ്കിൽ ഉനയിൽ ആദിവാസികളെയും ദളിതരെയും പച്ചയ്ക്ക് കൊണ്ട് അടിച്ച് ഒതുക്കുന്നു. ഉത്തർപ്രദേശിലും ഹമീർപൂരിലും ഹിമാചൽ പ്രദേശിലുമെല്ലാം അതുതന്നെ അവിടുത്തെ പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ ക്രൂരമായി ഉപദ്രവിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും തരം താഴ്ന്ന ജീവിക്കുന്ന ചമാറുകളെ പച്ചയ്ക്ക് അടിച്ച് ഒതുക്കിക്കൊണ്ടുള്ള ഒരു അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം BJP വയ്ക്കുന്നു. യഥാർത്ഥത്തിൽ ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ കണക്ക് പ്രകാരം 17% വർഗീയ കലാപങ്ങളും 751 പരം വരുന്ന രാഷ്ട്രീയ സംഘടനകളും 2264 പരിക്കുകളും 95 മരണങ്ങളും BJPയുടെ സംഭാവനയാണ്. എന്നാൽ ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ അനധികൃത നിയമനങ്ങളുടെ ചുഴിയിൽപ്പെട്ട് ഉടരുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന പിന്നെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. നേരത്തെ ബഹുമാനായ ഫക്രുദ്ദീൻ, അദ്ദേഹം ഒരു ഏറെ ചിന്തകനാണ്, രാഷ്ട്രീയപരമായിട്ട് ഏറെ അറിവുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില നിരീക്ഷണങ്ങൾ കേട്ട് ഞാൻ അന്തം. കാരണം ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ്റിനെയൊന്നും ഇപ്പോൾ പിന്നെ ആർട്ടിക്കിൾ 356 അനുസരിച്ചൊന്നും പിരിച്ചുവിടുകയൊന്നും വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ ഇപ്പോൾ അധികാരമേറ്റതിന് ശേഷം 56 കൊലപാതകങ്ങൾ, അതിൽ BJP ഉണ്ട്, CPM ഉണ്ട്. നടൻ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ ഒരു പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കളല്ലാതെ ആരും മരണപ്പെടുന്നില്ല. രക്തസാക്ഷികളാകുന്നത് കൂടുതലും
താഴെത്തട്ടിലുള്ള സാധാരണക്കാരായ വീടിന്റെ കാവലാളാകേണ്ട മക്കളാണ് മരിച്ചു പോകുന്നത്. പക്ഷേ ഒരു നേതാവിന്റെ മക്കൾ മരിച്ചു ഇവരെ പോകുന്നില്ല. ഈ വിധത്തിൽ ഇങ്ങനെയെങ്കിൽ അവരെ ഈ വിധത്തിൽ വളർത്തിയതിന് ഒരു ഉത്തരവാദി കോൺഗ്രസ് കൂടിയല്ലേ? പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കാലയളവിലൊന്നും ദേശീയ തലത്തിൽ ഇതിനെതിരെ ഒരു ശബ്ദം ഉയർത്താനോ ഇപ്പോൾ പോലും കാര്യമായ ഒരു പ്രതിപക്ഷമായി പ്രവർത്തിക്കാനൊന്നും കോൺഗ്രസിന് കഴിയാത്തൊരവസ്ഥയുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ കോൺഗ്രസിനെ പിന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെ കോൺഗ്രസ് അല്ല പ്രതിപക്ഷമെന്ന് CPM പോലും പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ AKG സെന്റർ ആക്രമിച്ചു എന്ന് കേട്ടു. ഇവിടെ ഇപ്പോൾ താഴെ കുന്നുകുടിയിൽ BJPയുടെ ഓഫീസ് ആക്രമിക്കപ്പെട്ടതിൽ പ്രതികളെ ഇതുവരെയും പിടിച്ചിട്ടില്ല. അതവിടെ നിൽക്കട്ടെ, അതിനെയും അപലപനീയമാണ്. പക്ഷേ പിന്നെ ഇന്ത്യയിലെ CPMന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ ദി പാകിസ്ഥാൻസ് ഓഫീസ് ഓഫ് ദി ഇന്ത്യ എന്ന് എഴുതി വെച്ചുകൊണ്ട് ആദ്യം ഒരു ആക്രമണം നടത്തുന്നു. അതിനുശേഷം ഇപ്പോൾ BJP കേന്ദ്ര സർക്കാരിൻ്റെ തണലിൽ ഒരു കൂട്ടം ചെറുപ്പക്കാരുമായിട്ട് പ്രകടനം നടത്തിക്കൊണ്ടുവന്ന് CPMന്റെ AKG ഭവൻ ആക്രമിക്കുന്നു. ഈ രണ്ട് സന്ദർഭങ്ങളെയും ഞങ്ങൾ കാണുന്നത് പാർട്ടി ഓഫീസുകൾ ആക്രമിച്ചുകൊണ്ടും പാർട്ടിക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടും ഇവർ രണ്ടുപേരും നൽകുന്ന അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമുണ്ട്. അസഹിഷ്ണുതയുടെ രാഷ്ട്രീയമുണ്ട്. ഈ കൊലപാതക രാഷ്ട്രീയമുണ്ട്. ആദ്യം ഇദ്ദേഹം പറഞ്ഞു കൊണ്ടുവരുന്നത് എല്ലാ തരത്തിലുള്ള CPM ആണ് എല്ലാത്തിനും എല്ലാ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അല്ലല്ല, പറഞ്ഞു കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. ഇപ്പം തന്നെ ശ്രീനിവാസന്റെ ഒരു കാര്യം കോട്ട് ചെയ്തു. ഇപ്പം സഖാവ് അഴീക്കോടൻ രാഘവന്റെ ഒക്കെ കാര്യം കോടിയേരി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾ നേതാക്കന്മാരുടെ കാര്യം പറയുന്നില്ലേ? കോടിയേരി ബാലകൃഷ്ണൻ ഒരു മോനുണ്ടായിരുന്നു ബിനീഷ്, ചിലപ്പോൾ ജീവിച്ചിട്ടുണ്ട്, മരിച്ചോ പോയില്ല. ബിനീഷിനെ പട്ടീനെ തല്ലുന്ന പോലെയാണ് ഉമ്മൻചാണ്ടിയുടെ പോലീസ് യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ തല്ലിയത്. അതുകൊണ്ട് CPMന്റെ നേതാക്കന്മാർ രാഷ്ട്രീയത്തിലുണ്ട്. നിങ്ങളെ നേതാക്കന്മാരെ പോലെ ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും അല്ല JNUയിലോ പോയി പഠിച്ചൊന്നും ഒരു ദിവസം കൊണ്ട് നേതാവാകുന്ന ആളുകളല്ല. സാധാ സഹാക്കളോട് അടി കൊണ്ട് തന്നെ അവർ നേതാക്കന്മാരെ. ബിനീഷ് ഇപ്പോൾ രാഷ്ട്രീയത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് ആ വർത്താനം പറയരുത്. കാരണം നമ്മുടെ മുന്നിൽ തെളിവുണ്ട്. ഇത് ഇതുവരെ ആരും പറയാത്തതുകൊണ്ടാണ് ഞാൻ എനിക്ക് നടൻ ശ്രീനിവാസൻ പറഞ്ഞ കാര്യത്തിൽ ശ്രീനിവാസനല്ല കുറെ കാലമായി ഈ സാധനം കിടന്ന് കളിക്കുന്നു. അത് പറയണം. ആ സമ്പത്ത് ഞാൻ ഏറ്റവും വലിയ സാഹിത്യ അക്കാദമിയുടെ അവാർഡ് വരെ നേടിയ എം മുകുന്ദൻ പറഞ്ഞൊരു വാചകമുണ്ട്. രക്തസാക്ഷി മണ്ഡപങ്ങളെയും രക്തസാക്ഷികളെയും ഒക്കെ കാണുമ്പോൾ ത്രസിച്ചിരുന്ന ഒരു തലമുറ ഫക്രുദ്ദീനെ പോലുള്ള ആളുകൾ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കൊലപാതകങ്ങളെയും രക്തസാക്ഷികളെയും കൊലപാതക രാഷ്ട്രീയത്തെ കാണുമ്പോൾ ഇവർക്കൊന്നും വേറെ പണിയില്ലേ എന്ന് പറഞ്ഞു നോക്കുന്ന ഒരു സമൂഹമാണ് ഉള്ളതെന്ന് എം മുകുന്ദനെ പോലുള്ള മയ്യഴിപ്പുഴയുടെ തീരം എഴുതിയ എം മുകുന്ദനെ പോലുള്ള ആളുകൾ പറയുമ്പോൾ ചെറുപ്പക്കാർ അത് കാതോർക്കുകയാണ്. ഫക്രുദ്ദീനെ പോലുള്ള ആളുകൾ വീണ്ടും കേരളത്തെ കൊണ്ടുപോകും. കേരളത്തെ 20ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചുകൊണ്ടുപോകുന്നത് കൊണ്ടുവന്നപ്പോൾ മലയാളികളെ സമയത്ത് ഇവരുടെ രണ്ടാളുകൾ നാലാളുകളെ ഇവരെന്നെ വെട്ടിക്കൊന്നില്ലേ? ഈ വിധത്തിൽ സ്വാഭാവികമായും രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുന്നതും പരസ്പര തിരുത്തലുകൾ ഉണ്ടാകുന്നതും ഒക്കെ സ്വാഭാവികമാണ്, പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ മണ്ണിൽ. പക്ഷേ ഈ കാലത്തെങ്ങും കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് ഈ വിധത്തിൽ കാര്യങ്ങൾ ഒരുപക്ഷെ ഒരു അനിയന്ത്രിതമായ അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന ഈ ഒരു രീതി അവിടെ പരസ്പരം എത്രത്തോളം പഴിചാരിയാലും അതിന്റെ ആത്യന്തികമായ ഒരു പ്രശ്നം എന്നത് അത് മലയാളികളെ ബാധിക്കുന്നതാണ്. പരസ്പരം പഴിചാരുന്നതല്ല പ്രശ്നം. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു തൊഴിലാളി 50 വയസ്സുകാരനാണ് മോഹനൻ. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ തൊഴിൽ സ്ഥലത്ത് പോയിട്ട് കൊല്ലുന്നു. കൊന്നത് RSS ആണെന്ന് കൂടെ ആക്രമിക്കപ്പെട്ട അശോകൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ സംശയമൊന്നുമില്ല, RSS തന്നെയാണ് കൊല്ലുന്നു. അതേസമയം തന്നെ ഞങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അനുവദിക്കുന്നില്ല, മാർക്സിസ്റ്റ് അക്രമമാണ് എന്ന് പറഞ്ഞ് ഡൽഹിയിൽ AKG ഭവൻ കയറി ആക്രമിക്കാൻ RSS മുതിരുകയാണ്. ഇരട്ടത്താപ്പ്. നാളെ RSSന്റെ 91ാം ജന്മദിനമാണ്. ഇന്ന് സാധാരണ ആയുധങ്ങളെല്ലാം വിശ്വാസികൾ ആയുധങ്ങൾ പൂജിക്കുന്ന ദിവസമാണ്. ആ ആയുധങ്ങൾ സാധാരണ വിശ്വാസികൾ ആയുധങ്ങൾ പൂജയ്ക്ക് വെച്ച അതേ സമയത്താണ് ഇവർ ഈ ആയുധങ്ങൾ എടുത്തിട്ട് പാവപ്പെട്ട 2 തൊഴിലാളികൾക്ക് നേരെ പ്രയോഗിച്ചത്. യഥാർത്ഥത്തിൽ ഷബീർ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു, അത് എടപ്പാടുന്നാണ്. അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ്, മണ്ഡലം പ്രസിഡൻറ്റ് ഒരു കണ്ണൻ നമ്പ്യാർ 5.5 വർഷം മുമ്പ് RSS വിട്ടതാണ്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് 7 തവണയാണ് അദ്ദേഹത്തിൻ്റെ വീട് ആക്രമണത്തിനിരയായത്. അവസാനം ആ വീടിൻ്റെ ഒരു ഭാഗം കത്തിപ്പോയി. കോൺഗ്രസ്സാണ്, CPM ആയതുകൊണ്ടല്ലോ RSS ആക്രമിച്ചത്. അതുപോലെ പിന്നെ കണ്ണൂരുണ്ടായിരുന്ന അത്ലറ്റ് സത്യൻ നല്ല കോൺഗ്രസ്സുകാരനായിരുന്നു, നല്ല അത്ലറ്റുമായിരുന്നു, കൊന്നു. CPM ആയതുകൊണ്ടല്ലോ കൊന്നത്. ഒരു രാജീവൻ വണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു, അന്നേരമാണ് കൊന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിൽ 2 ശക്തികളെന്നെല്ലാം പറയുന്നത് തെറ്റാണ്.
പരസ്പരം കുറ്റപ്പെടുത്തുക എന്ന് പറയുന്നത് ശരിയല്ല. മറിച്ച് ഏകപക്ഷീയമായ ആക്രമണം നടന്നു. അദ്ദേഹം മുനയുടെ കാര്യം പറഞ്ഞു, മേവാത്തിൻ്റെ കാര്യം പറഞ്ഞില്ല, പറയണം. അതുപോലെ ദാദ്രിയിൽ നടന്നു. ഇങ്ങനെ ഉത്തർപ്രദേശിൽ, അവിടെ പിന്നെ ഉത്തരേന്ത്യയിലാകെ അവിടെ എന്താ RSSൻ്റെ ആക്രമണം നടത്തും. പല സംഘപരിവാർ RSS ആണെന്ന് ഇവർ പറയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗാന്ധിജിയെ കൊന്നത് ആരാ? RSS അല്ല എന്ന് അവർ പറയുക. കാരണം RSS ആണെന്ന് തെളിയിക്കാൻ അങ്ങനത്തെ രജിസ്റ്റർ പോലും ഇല്ലാത്തൊരു സംഘടന. ആ സംഘടന തെളിയിക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് തന്നെ അവരത് പറയില്ല. എന്തായാലും RSS നയിക്കുന്ന സംഘപരിവാരം, ആ സംഘപരിവാരത്തിലെ വിവിധ വേഷങ്ങളിലുള്ള ആളുകൾ വരും. അങ്ങനെയുള്ള ആളുകളാണ് ഈ പശുവിനെ സംരക്ഷിക്കാൻ നടക്കുന്നത്. അവരാണ് പശുവിൻ്റെ തൊലിയൊരിച്ചാൽ മനുഷ്യൻ്റെ തൊലിയൊരിക്കും എന്ന് പറയുന്നത്. യുവാക്കളെ കെട്ടിയിട്ട് അടിക്കുന്നത്. അങ്ങനെ അടിക്കുന്ന ആളുകളോട് അരുതേ എന്ന് കൈകൂപ്പി കെഞ്ചാനുള്ള മാനസികാവസ്ഥയിലാണ് അവിടെയുള്ള ആളുകൾ. അതിലപ്പുറം അവരെ ചോദ്യം ചെയ്യുന്നില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ചെറുത്ത് നിൽപ്പും നടക്കുന്നുണ്ട്. ഇവിടെ വാടാ എന്ന് പറയുമ്പോൾ പോടാ എന്ന് പറയാൻ ആളുകൾ ഉണ്ടാവുന്നുണ്ട്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി. നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ള ഒരു അനുഭവം പറയാം. പാട്യം, കണ്ണൂർ ജില്ലയിലെ പാട്യം, അവിടെ പിന്നെ ബീഡി കമ്പനി ആക്രമിക്കാൻ ആളുകൾ പോയി. ഏതെങ്കിലും വ്യക്തിപരമായ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല പോയത്. അവിടെ ചെന്നത് ആ പ്രദേശത്ത് ആദ്യമായിട്ട് ചെല്ലുന്ന കോഴിക്കോട് ജില്ലയിലെ അത്തോളി എന്ന പ്രദേശത്തുള്ള RSS കാര്യവാഹമാണ്. പേര് ഹരിദാസൻ. ആക്രമിച്ചു, ജനങ്ങളോടി, പട്ടി പുറകെ ഓടി, നിലത്ത് വീണു, അവിടെ തന്നെ മരിച്ചു വീണ് പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് പാട്യവുമായോ ആ കണ്ണൂർ ജില്ലയുമായോ ഒരു ബന്ധവുമില്ലാത്ത ഒരു RSSകാരനാണ് വന്നത്. ഇവിടെ കഴക്കൂട്ടത്ത് ഇപ്പോൾ ആശുപത്രിയിൽ കിടന്ന അമൽ കൃഷ്ണ ചെങ്ങന്നൂരുകാരനാണ്. കഴക്കൂട്ടമായിട്ടൊരു ബന്ധവുമില്ല. കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലത്ത് ആക്രമണത്തിനിടയിൽ പോലീസ് പിടികൂടിയ വിഷ്ണു തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് സ്വദേശിയാണ്. അപ്പോൾ ഇങ്ങനെ ഇതൊരു പദ്ധതിയുടെ ഭാഗമാണ്. ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടായാൽ ആക്രമണം നടക്കും. അങ്ങനെയല്ല, ആളുകളെ പകവെച്ച് കൃത്യമായി രേഖപ്പെടുത്തി കൊലപാതകം നടത്തുക എന്ന ആക്രമണ പദ്ധതി നടത്തുന്ന സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ. ഞാൻ തിരികെ എത്താം. ശ്രീ MS കുമാർ, അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ? പ്രത്യേകിച്ച് ഇവിടെ ഇന്ന് ഈ ആരോപണം ഉയരാൻ സുപ്രധാനമായ വിഷയം, നാളെ എത്രത്തോളം സുപ്രധാനമാണ് RSSനെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്നറിയാം. ഒപ്പം തന്നെ ദില്ലി AKG ഭവനിലേക്ക് ഇങ്ങനെ ഒരു സമരം, ഒരു പ്രതിഷേധം നടത്തുന്നു, അത് അക്രമാസക്തമാകുന്നു. അതേ സമയത്ത് തന്നെയാണ് ഇവിടെ ഒരാൾ കൊല്ലപ്പെടുന്നത്. ഈ ചർച്ച ഇവിടെ തലവാചകങ്ങൾ തന്നെ നുണപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടാണ്. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഇന്ന് തലശ്ശേരിയിൽ നടന്ന കൊലപാതകം RSSകാരാണ് എന്നങ്ങ് പ്രഖ്യാപിച്ചിട്ടുള്ളൊരു ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. രണ്ട്, ഡൽഹിയിൽ AKG സെൻറ്റർ ആക്രമിച്ചു. AKG സെൻറ്ററിൻ്റെ പരിസരത്ത് പോലും ഇന്നത്തെ പ്രകടനം എത്താൻ കഴിഞ്ഞില്ല. പോലീസ് വഴിവെച്ച് ചേർത്തു, പോലീസിൻ്റെ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചു, അവരെ വെള്ളം ചീറ്റി എന്നൊക്കെയാണ് നമ്മൾ കേട്ട വാർത്തകൾ. നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് AKG ഭവൻ ആക്രമിച്ചു എന്ന്? എവിടെ നിന്നാണ് കിട്ടിയത്? ഏതെങ്കിലും ചാനൽ പറഞ്ഞോ? ഏതെങ്കിലും ചാനൽ കാണിച്ചോ? അപ്പോൾ ചുമ്മാതെ ഒരു സത്യവിരുദ്ധമായ കാര്യങ്ങൾ അങ്ങ് പ്രസംഗിക്കുക. നേരത്തെ ഇദ്ദേഹം പറഞ്ഞു കേന്ദ്രത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടി. പക്ഷേ ഇതറിയാമോ, 356 വകുപ്പിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. നിങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരു ഡൽഹിയിൽ പ്രകടനം നടത്തിയാലുണ്ടെങ്കിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പിരിച്ചുവിടാമെന്നുള്ള വ്യാമോഹം കൊണ്ടൊന്നും അല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഏതെങ്കിലും BJPക്കാരനെ മാർക്സിസ്റ്റുകാർ ഇനി കേരളത്തിൽ ആക്രമിച്ചാൽ, കേരളത്തിലെന്നല്ല എവിടെയെങ്കിലും ആക്രമിച്ചാൽ, അതിന് ദേശവ്യാപകമായി മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരെ പ്രചരണം നടത്താനുള്ള ഞങ്ങളുടെ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞോട്ടെ ഇത് ഇന്നത്തെ സംഭവത്തിൻ്റെ പിന്നിൽ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള ന്യായം വെച്ചാണ് ഈ ചർച്ച പറയുന്നത്. ഞാൻ പറയട്ടെ കുട്ടി, ഞങ്ങൾ എവിടെയും ആക്രമിച്ചു, ഞങ്ങളല്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ സംഭവത്തിൽ ഞാൻ ചില സംശയങ്ങൾ ശ്രീ PM മനോജ് അടക്കമുള്ളവരുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഒന്ന്, നാളെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് സുപ്രധാനമായൊരു ദിവസമാണ്. അദ്ദേഹം പറഞ്ഞല്ലോ അതിൻ്റെ പ്രാധാന്യം. റൂട്ട് മാർച്ചൊക്കെ സംഘടിപ്പിക്കുന്ന ദിവസമാണ്. അത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിൽ മുഴുവൻ പ്രവർത്തകരും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ഒരുങ്ങി നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കൊലപാതകം നടത്താനുള്ളൊരു മനസ്സോ ഒന്നുമില്ല. എത്ര പ്രകോപനമുണ്ടായാൽ പോലും ആത്മസംയമനം പാലിക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടുള്ള ദിവസങ്ങളാണിതെല്ലാം. രണ്ടാമത്തത്, ഡൽഹിയിൽ നമ്മുടെ രാജ്യ തലസ്ഥാനത്ത് മാർക്സിസ്റ്റ് അക്രമത്തിനെതിരെ ഒരു പ്രതിഷേധം, ഒരു ഇത് നടക്കുമ്പോൾ, നമ്മുടെ വിഷമകരമായ ഒരു പ്രകടനം നടക്കുമ്പോൾ അതിന് ഘടകവിരുദ്ധമായ ഒരു സംഭവം ചെയ്യാൻ സാധ്യതയില്ല. രണ്ട്, വേറൊന്നുണ്ട്, രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സമയമാണിത്. ഇതുവരെ മാർക്സിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടിട്ട് ഇന്ന് വരെ പല പ്രശ്നങ്ങളും അതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും രൂക്ഷമായൊരു പ്രതിസന്ധി അവർ നേരിടുന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. നേതാക്കൾ തമ്മിൽ ഒറ്റ ശില പോലെയാണെന്നൊക്കെ നമ്മളൊക്കെ പറഞ്ഞിരുന്ന എതിരാളികളെ പോലും അവർ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും കുറേയൊക്കെ ശരിയാണെന്ന് ധരിക്കുകയൊക്കെ ചെയ്തിരുന്ന കണ്ണൂരിലെ പാർട്ടി നേതൃത്വം പോലും 2-3 തട്ടിലായി ഇന്ന് മാറി നിൽക്കുകയാണ്. അണികൾ നേതാക്കളെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ എത്തിയിരിക്കുന്നു. ഈ കുടുംബ നിയമനങ്ങൾക്കെതിരെ അതിശക്തമായ, എത്ര തന്നെ അവർ നിഷേധിച്ചാലും അതിശക്തമായ ഉൾപ്പോര അതിനകത്ത് നടക്കുകയാണ്. ഒരു ജനശ്രദ്ധ തിരിച്ചുവിടേണ്ടത് അവരുടെ ആവശ്യമാണിന്ന്. അതുകൊണ്ട് ഞാൻ ഒറ്റയടിയിൽ നിങ്ങളിങ്ങനെ ചാനലിൽ ചർച്ച ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ RSSകാർക്കും എന്ന് പറയരുത്. ഈ കേസിൽ സമഗ്രമായൊരു അന്വേഷണം നടത്തണം. അത് ദുരൂഹമാണ്,
അത് ഏതെങ്കിലും പേരിൽ കെട്ടിവെച്ച് മാറ്റരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് മറുപടിയിലേക്ക് വരും പെട്ടെന്ന്. KB സുധീഷ് എന്ന SFIയുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ കൊന്നപ്പോൾ ഇവർ പറഞ്ഞത് സുധീഷ് ഗൗരിയമ്മ ഗ്രൂപ്പിലായതുകൊണ്ട് കൊന്നതാണെന്ന് പരസ്യമായിട്ട് പ്രചാരണം നടത്തി. പിന്നെയോ ഇപ്പോൾ പറഞ്ഞല്ലോ, ഓണത്തിനാണ് P ജയരാജനെ ആക്രമിച്ച് കൊല്ലാനുണ്ട്. അതുപോലെ വിഷുവിൻ്റെ തലേന്നാണ് കൂത്തുപറമ്പിൽ P ബാലനെ കൊന്നത്. ഇവർ ഈ ആഘോഷമെല്ലാം ഒരു ഭാഗത്ത് നടക്കും, ഇവർ കൊലപാതകം വേറെയും നടത്തും. കാരണം ഇവരുടെ പണി അത് തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥം നമ്മൾ ഇവർ വിശ്വാസികളാണെന്ന് പറയുന്നുണ്ടല്ലോ. കൂത്തുപറമ്പിൽ 2 പേരെ ഒരു ദിവസം കൊന്നു, വിജേഷിനെയും ശ്രീജിത്തിനെയും. 2 പേര് ശബരിമലയ്ക്ക് പോകാൻ വ്രതം നോറ്റ് പിന്നെ കഴുത്തിൽ മാലയിട്ട് നിൽക്കുന്ന കുട്ടികളായിരുന്നു. ആ ഒരു വിജേഷിൻ്റെ കഴുത്ത്, ആ കഴുത്തിനകത്താണ് ഈ മാല, രുദ്രാക്ഷമാലയും ശബരിമല അയ്യപ്പൻ്റെ പടവും ഈ ഇവരുടെ വെട്ടേറ്റിട്ട് അകന്നു പോയത്. അതുകൊണ്ട് ഇവർക്ക് ഈ പറയുന്നതിനോട് യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയില്ല. ഫൈസലിനെ ഇപ്പം അടുത്ത് കൊല്ലപ്പെട്ട അഫ്സൽ മരിച്ച ദിവസം അവർ അടുത്ത ദിവസം പ്രചരിപ്പിച്ചത് എന്താ? RSSകാർ കൊന്നു. വലിയൊരളവ് വരെ എല്ലാ മാധ്യമങ്ങളും ആഘോഷിച്ചു. അത് ശരിയാ, നിങ്ങളിത് ചെയ്യുന്നവരാണല്ലോ. അന്വേഷണം നടത്തിയപ്പോൾ എന്തായി? പ്രതികൾ മാർസിസ്റ്റുകാർ. നിങ്ങൾ നിരന്തരം ചെയ്യുന്നവരാണല്ലോ, സംശയിച്ചു. അതുകൊണ്ട് ഈ കേസിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ നേരത്തെ പറയാൻ വിട്ടൊരു കാര്യം കൂടി. ഇപ്പൊ ഇദ്ദേഹം അടക്കമുള്ളവർ പറഞ്ഞു, ഊനയിലും ഉത്തർപ്രദേശിലും പിന്നെ ഫക്രുദ്ദീൻ, ഊനയിലും നിങ്ങൾ ഹിമാചൽ പ്രദേശിലും UP-യിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഈവൻ കുറേ കാലം മുമ്പ് വരെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയുടെ കാര്യവും നിങ്ങൾ ആഘോഷിച്ചു. ഇവിടെ നമ്മളിരുന്ന് ഈ ചർച്ച ചെയ്യുന്നതിനടുത്ത് 1 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഒരു ദളിത് കുടുംബത്തിൽ ഇന്നലെ കയറി അക്രമം നടത്തി. ആ ഒരു ചെറുപ്പക്കാരനെ 18 വയസ്സായ ഒരു വിദ്യാർത്ഥിയെ വെട്ടിക്കൊന്നു. അയാളുടെ അമ്മയെ ആക്രമിച്ചു, അയാളുടെ ബന്ധുവിനെ ആക്രമിച്ചു. നിങ്ങൾ ആരെങ്കിലും ഒരു ദളിത് കുടുംബത്തെ ആക്രമിച്ചിട്ട് അത് തിരിഞ്ഞു നോക്കാൻ തയ്യാറായോ? നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്? നിങ്ങൾ ഊനയിലും സംഭവം പോലും നിങ്ങൾ അറിയില്ല. അറിയണം ഫക്രുദ്ദീൻ. കണ്ണമ്മൂലയിൽ ഒരു വീട്ടിൽ കയറി BJP-യുടെ യുവമോർച്ച നേതാവ് 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മരിച്ച ആൾ ഗുണ്ടയാണെന്ന് നിങ്ങൾ പറയണമെങ്കിൽ ഒന്നിൽ അയാൾക്കെതിരെ നിരന്തരമായി കേസുകൾ ഉണ്ടാവണം. ആരുമായി കുടിപ്പക ഉണ്ടായിരുന്നു? വേറെ 2 ഗുണ്ടകൾ തമ്മിൽ കുടിപ്പക ഉണ്ടായിരുന്നു. നോക്കി നിൽക്കുന്ന യുവാവാണോ അതിന് ഉത്തരം പറയേണ്ടത്? അല്ല, അതെന്താ സംഭവം കൃത്യമായി പഠിക്കണം. ആ രീതിയിലായിരുന്നെങ്കിൽ കൃത്യമായിട്ട് അതിനെ തള്ളിക്കളയാൻ. ഒന്നിവിടെ സുപ്രധാനമായ ഒരു വിഷയം ചോദിച്ചത്, ഇന്നിപ്പോൾ AKG ഭവനിലേക്ക് നടന്ന മാർച്ചിൽ ഈ വിധത്തിൽ അക്രമം ഉണ്ടായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ യഥാർത്ഥത്തിലുള്ളതല്ല എന്നിവിടെ ശ്രീ MS കുമാർ അതാ പറഞ്ഞത്. അവിടെ ആക്രമിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതൊരു പ്രധാനമായ വിഷയം. മറ്റൊന്ന്, ഈ വിധത്തിൽ പൊതുവിൽ ദേശീയ തലത്തിൽ BJP സ്വീകരിക്കുന്ന നിലപാടും ഇന്നിപ്പോൾ AKG ഭവനിലേക്ക് മാർച്ച് നടത്തി ഇവിടെ CPIM ഈ വിധത്തിൽ പ്രവർത്തിക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്ന തരത്തിലേക്കുള്ള ഒരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടൊരു പ്രകടനം നടത്തുന്നു. സമാനമായ സമയത്ത് കേരളത്തിൽ ഈ വിധത്തിലൊരു അക്രമം നടക്കുകയും ചെയ്യുന്നു. ഈ വിഷയങ്ങളൊക്കെ തന്നെയും എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയം ഒരു തുടർക്കഥയാണ്. അതിനെക്കുറിച്ച് ഡൽഹിയിലിരിക്കുന്ന എനിക്ക് പറയുവാനായിട്ട് അധികം യോഗ്യതയൊന്നുമില്ല. പക്ഷേ ഞാനൊന്നും പറയാം, ദേശീയ രാഷ്ട്രീയത്തിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷം ഒട്ടേറെ അക്രമങ്ങൾ നടക്കുന്നുണ്ട്. കൗ വിജാനലിസം, അതായത് പശുക്കളെ സംരക്ഷിക്കുന്നവരുടെ കാര്യങ്ങൾ, അതിപ്പോൾ ഓരോ രീതിയിലും വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ അക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കേരളത്തിലേക്ക് വരാത്തതിന് കാരണം ഞാൻ അവിടെ ജീവിക്കുന്നില്ല, ഞാനിവിടെ ഡൽഹിയിലാണ് ജീവിക്കുന്നത്. പക്ഷേ വടക്കേ ഇന്ത്യയെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റും, അത് ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാൻ പറ്റും. വളരെയധികം നടക്കുന്നുണ്ട്. അതായത് പശുവിൻ്റെ പേരിലോ അല്ലെങ്കിൽ അഖിലാഖിൻ്റെ പേരിൽ, അഖിലാഖിനെ കൊന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആ അക്യൂസ്ഡിനെ ത്രിവർണ്ണ പതാക വകുപ്പിച്ചാണ് കൊണ്ടുപോകുന്നത് കൊല്ലാനായിട്ട്. അത് അക്യൂസ്ഡിനെ, കുറ്റവാളിയെ കൊല്ലപ്പെട്ടതിന് ശേഷം. ഇതൊക്കെ എന്ത് സന്ദേശമാണ് തരുന്നത്? എനിക്കിതൊന്നും അറിയാൻ പാടില്ല, എനിക്കൊന്നും ഒരിക്കലും ഞാൻ വിശ്വസിക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തി നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. അതിനെക്കുറിച്ച് ആര് എന്ത് തെളിവ് ചോദിച്ചാലും ഞാൻ അംഗീകരിക്കുകയാണ്. അത് നമുക്ക് അംഗീകരിച്ചാൽ പറ്റും. നമ്മുടെ DGMO പറഞ്ഞു കഴിഞ്ഞു, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ പറഞ്ഞു കഴിഞ്ഞു, ചെയ്തു എന്ന് പറഞ്ഞു, ചെയ്തു കഴിഞ്ഞു, നല്ല കാര്യം. അതിനുശേഷം പോസ്റ്ററുകൾ വരികയാണ്, മോഡിയെ ശ്രീരാമനായിട്ട് ചിത്രീകരിച്ചുകൊണ്ടും
മറ്റ് ശിവസേനയും അതുപോലെ തന്നെ BJP എല്ലാം വാരണാസിയിലും അതുപോലെ ലക്നൌവിലും എല്ലാം വരികയാണത്. എന്ത് സന്ദേശമാണ് തരുന്നത്? രാഷ്ട്രീയവൽക്കരിക്കുകയല്ലേ ചെയ്യുന്നതെല്ലാം. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയത്തോടോ അങ്ങനെയുള്ള ഒരു യാതൊരു കാര്യത്തോടോ യോജിക്കാൻ എനിക്ക് സാധിക്കില്ല. ഇന്ത്യയെ ആക്രമിക്കുന്നവരെ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കും. പക്ഷേ അതിനെ കാവ്യ പുതപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഒരു മനുഷ്യനെ അടിച്ചു കൊന്ന ഒരാളെ ത്രിവർണ്ണ പതാകയിൽ പുതപ്പിച്ചു കൊണ്ടുപോയിട്ട് ഒരു അക്യൂസിനെ കൊണ്ടുവരേണ്ട കാര്യവുമില്ല. അങ്ങനെയുള്ള രാഷ്ട്രീയമാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വടക്കേന്ത്യയിൽ നടക്കുന്നത്. അത് തികച്ചും അപലനീയമാണ്. തിരികെ ചർച്ചയിലേക്ക് എത്തുകയാണ്. ഫക്രുദ്ദീൻ, ഇവിടെ ഈ വിധത്തിൽ അതായത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒരു സുപ്രധാനമായ ഒരു വിഷയം, എങ്ങനെ ഇത് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നമാക്കി തീർക്കാനുള്ള ഒരു ശ്രമം പൊതുവിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നേരത്തെ ഷഫീർ പറഞ്ഞപ്പോൾ പോലും അങ്ങനെ അതിനെ വിലയിരുത്താനാണ് ശ്രമിച്ചത്. ആ വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം, അത് ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ എങ്ങനെ നടക്കുന്നുണ്ട്? മീൻസ് അത് എത്രത്തോളം വിജയം കാണുന്നുണ്ട്? ഈ രണ്ട് പാർട്ടികളും തമ്മിൽ ഒരു കുടിപ്പകയുണ്ട്, ഇങ്ങനെയാണ് അത് തീർക്കേണ്ടത് എന്ന തരത്തിലൊരു ഇതിലെ 2-3 പോയിന്റ്. ഒന്ന്, കണ്ണൂർ രാഷ്ട്രീയവും തിരുവനന്തപുരത്തെ രാഷ്ട്രീയവും അത് കൂട്ടിക്കുവയ്ക്കാൻ നമുക്ക് പറ്റില്ല. കണ്ണൂർ വളരെ കാലമായിട്ട് അത് നമുക്ക് കേരളത്തിലെ ചരിത്രം പഠിച്ച് ഗഫിനെ പോലെയുള്ള ഡെയിലിനെ പോലെയുള്ള ചരിത്രകാരന്മാരൊക്കെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. കണ്ണൂരിലുള്ള ഒരു കുടിപ്പകയുടെ സാമൂഹ്യ പശ്ചാത്തലമുണ്ട്. അത് ഏതാണ്ട് നാദാപുരം തൊട്ട് കണ്ണൂർ കരിവള്ളൂർ വരെയുള്ള മേഖലയിൽ അങ്ങനെ ഒരു സാമൂഹ്യ പശ്ചാത്തലമുണ്ട്. അതിലുപരിയായിട്ട് അതിശക്തമായൊരു വർഗ്ഗസമരം എന്ന് വെച്ചാൽ തൊഴിലാളികൾ സംഘടിക്കുകയും ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള ജന്മിമാർക്കെതിരെ ഫൈറ്റ് ചെയ്യുകയും അവരെ അടിച്ചമർത്താൻ വേണ്ടി ഗുണ്ടകളിറക്കുകയും ജന്മിമാർ ഗുണ്ടകളിറക്കുകയും ആ ഗുണ്ടകൾക്ക് കോൺഗ്രസ് ആദ്യകാലത്ത് സപ്പോർട്ട് നൽകുകയും പിന്നെ ഗണേഷ് BD സമരമായിട്ട് RSS രംഗത്ത് വരികയും പിന്നെ കോൺഗ്രസ് പതുക്കെ ഒഴിഞ്ഞു കൊടുക്കുക സുധാരണ പോലുള്ള ആളുകൾ സംഘത്തിലെ ചില ആളുകളെ എല്ലാവരും ഞാൻ പറയാം എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ഫൈറ്റ് തുടരുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം വർഗ്ഗസമരത്തിൻ്റെ അവസ്ഥാവിശേഷം കണ്ണൂരുണ്ട്. അവിടെ സ്വാഭാവികമായിട്ട് ഒരു CPM ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു CPM-മാരെ കൊല ചെയ്യപ്പെട്ടാൽ അതിന് പിന്നിൽ RSS ആയിരിക്കും എന്ന് നമുക്ക് സ്വാഭാവികം വായിച്ചെടുക്കാൻ അന്തരീക്ഷമുണ്ട്. നാദാപുരത്താണ് ലീഗാനായിരിക്കും വായിച്ചെടുക്കാൻ ഉള്ള ഒരു സന്ദർഭമുണ്ട്. തിരിച്ചുകൊണ്ട് RSS കൊല ചെയ്യപ്പെട്ടാൽ അവിടെ കണ്ണൂരാണെങ്കിലും പിന്നെ CPM-മാരായിരിക്കും അതിന് പിന്നിൽ. അതുപോലെ തന്നെ നാദാപുരത്താണെങ്കിൽ അത് പിന്നെ മുസ്ലിം ലീഗാനെ കൊല ചെയ്യപ്പെട്ടാൽ അതിന് പിന്നെ CPM-മാരായിരിക്കുമെന്ന് വായിച്ചെടുക്കാനുള്ള അന്തരീക്ഷമുണ്ട്. എന്നാൽ തിരുവനന്തപുരത്തെ ഒരു കാര്യം അതല്ല. ഇപ്പം ചേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ കണ്ണാമൂല ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടു. അവിടെ നമുക്ക് കിട്ടുന്ന പോലീസ് ഭാഷയ്ക്കനുസരിച്ച് ഒരു ഗ്യാങ് വാറിൻ്റെ ഭാഗമായിട്ടാണ്. ഇനിയിപ്പോൾ മാത്രമല്ല തിരുവനന്തപുരത്ത് ഇപ്പോൾ BJP-യുടെ പാർട്ടി ഓഫീസ് ആക്രമിക്കപ്പെട്ട ഒരു സാഹചര്യമുണ്ട്. കണ്ണൂരായിരുന്നു നമുക്കത് പറയാം, ഒരു CPM-മാരാണ് അല്ല RSS-കാരാണെന്ന് പറയാം. ഇവിടുത്തെ സാഹചര്യം അതല്ല. പൊതുവെ അക്രമ രാഷ്ട്രീയം ആര് കാണിക്കുന്ന അവർക്കെതിരെ വോട്ട് ചെയ്യുന്ന ആളുകളാണ്. സിംഗ് ചെയ്യുന്ന വോട്ടേഴ്സാണ് ഇവിടെ. ഒരുവണ LDF-ന് കൊടുക്കും, ഒരുവണ UDF-ന് കൊടുക്കും, രാജേട്ടനെ ഏൽപ്പിക്കും, വേണമെങ്കിൽ നാളെ ചേട്ടൻ മത്സരിച്ചാൽ ചേട്ടനെ ഏൽപ്പിക്കും. ആ രീതിയിലുള്ള വോട്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള ഒരു വർഗ്ഗസമരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം ഇവിടെ ഇല്ല. അത് രണ്ടായി കാണുന്നു. രണ്ടാമത്തെ കാര്യം, ഉനേല സംഭവം പോലെ അല്ല തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള സംഭവം. ഉനേല സംഭവം എന്ന് പറഞ്ഞാൽ പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ല, ജാതി വൈരമാണ്. ആ ജാതി വൈരത്തിന്റെ ഭാഗമായിട്ടാണ് ദളിത് ജനവിഭാഗങ്ങളെ അവിടെ CPM-മാരൊന്നല്ല, പ്രത്യേക രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ആളുകൾ, അംബേദ്കറിനെ എവിടെയൊക്കെയോ കേട്ടിട്ട് മാത്രമുള്ള ആളുകളാണ്. അവരെയാണ് അവർ ഈ പശുവിൻ്റെ പിന്നെ മൃതശരീരം പശുവിൻ്റെ ശവം കൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു കൊല്ലുന്നത്. ഇവിടെ അതല്ല, ഇവിടെ രാഷ്ട്രീയ സംഘർഷമാണ് നടന്നത്. ഇതുമായിട്ട് കൂട്ടി വായിക്കരുത്. അത് ആത്യന്തികമായിട്ട് ഉനേല സംഘർഷങ്ങളെല്ലാം സംഘപരിവാരത്തിനുള്ളിലുള്ള അല്ല സംഘ ഐഡിയോളജിയിലുള്ളിൽ തന്നെയുള്ള വലിയ ചില വിള്ളലുകളാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ പറയുന്ന പോലെ ആത്യന്തികമായിട്ട് പൊതുവെ എല്ലാ ഹിന്ദു സമൂഹത്തെ എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്യുന്നു പറയുമ്പോഴും സവർണ്ണ ഹൈന്ദവരുടെ താല്പര്യങ്ങൾ മാത്രമാണ്. അത് നായരെന്ന് പോലും ഞാൻ പറയില്ല, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യന്മാർ വരെയുള്ള 3 വിഭാഗത്തിന്റെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കപ്പെടുന്നത്. അതിനെതിരായി നിൽക്കുന്നതുകൊണ്ടാണ് ദളിത് ഉൾപ്പെടെയുള്ള ആളുകൾ അല്ല ആ ടേസ്റ്റിനെതിരായി നിൽക്കുന്നതുകൊണ്ടാണ് ആക്രമിക്കപ്പെടുന്നത്. അല്ല കേരളത്തിൽ ഞാൻ സുധീഷ് ദളിതനായിരുന്നു. സുധീഷിനെ വെട്ടിക്കൊന്ന സമയത്ത് സുധീഷ് ദളിതനായതുകൊണ്ട് വെട്ടിക്കൊന്ന ഇവിടെ CPM-മാരെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവിടെ നടക്കുന്ന വലിയ സംഘർഷങ്ങൾ കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. 2, എവിടെയാണെങ്കിലും നമ്മൾ ഒരു ആധുനിക സമൂഹത്തിൽ ചേർന്നതല്ല പഴയ കാലഘട്ടത്തിലുള്ള സാമൂഹ്യമായിട്ടുള്ള അവസ്ഥാവിശേഷങ്ങളെ പുറത്ത് വർഗ്ഗസമരത്തിൻ്റെ രൂപത്തിലുള്ള സംഘർഷം നടക്കുന്നത്. അത് നമുക്ക് അമിക്കബിൾ ആയിട്ടുള്ള സെറ്റിൽമെൻറ്റിനെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പക്ഷേ മോഹൻജി ഭഗവത് ഇവിടെ വന്ന് പറഞ്ഞിട്ട് രണ്ട് പാർട്ടികൾ ഇത്തരം കാര്യങ്ങൾ ആലോചിക്കണമെന്ന് പറഞ്ഞ് പിണറായി വിജയൻ അതുപോലെ കോടിയേരി ബാലകൃഷ്ണൻ അനുകൂലമായി പ്രതികരിച്ചതിൻ്റെ പിറ്റേന്ന് ദിവസം കണ്ണൂർ 2 DYFI-കാരുടെ കാലാണ് വെട്ടിയത് RSS-കാർ. അപ്പം എന്താണ് ആർക്കാണിത് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തത്? മോഹൻജി ഭഗവത് പറഞ്ഞുകൊണ്ട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഇത് നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ അതിൽ ഇനീഷ്യേറ്റീവ്സ് വേണം. ആ ഇനീഷ്യേറ്റീവ് സത്യസന്ധമായ ഫീൽ ഉണ്ടാക്കണം. ഷഫീർ, ഇവിടെ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനിടയിൽ തന്നെ രാജ്നാഥ് സിംഗിനെ പിണറായി വിജയൻ കാണുകയുണ്ടായി. ഇത്തരത്തിൽ പരസ്പര പ്രകോപനം ഉണ്ടാക്കില്ല എന്ന് ഉറപ്പുകൾ വരികയുണ്ടായി. പിന്നീട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ഇവിടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇനിഷ്യേറ്റീവ് ഉണ്ടാകുന്നില്ല എന്ന് ആ വിധത്തിൽ പറയാനാകുമോ ഷഫീർ? അല്ല, കേരളത്തിൽ നിങ്ങൾക്കറിയാമോ 56 ആളുകളാണ് ഈ കാലയളവിൽ കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ. അതിൽ CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, ലീഗുണ്ട്. 56 ആളുകൾ മരിച്ചു. കണ്ണൂരിൽ സമാധാനം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പല മാധ്യമങ്ങളും അവരുടെ മുഖപ്രസംഗങ്ങൾ എഴുതി. പക്ഷേ ഇന്നുവരെ
കേരളം തന്നെ ബഹുമാനിക്കപ്പെടുന്ന കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജില്ലയിൽ ഒരു സമാധാന യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു കൂട്ടിയിട്ടില്ല എന്നുള്ള ഗൗരവതരമായ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഒന്ന്. രണ്ട്, ഇവിടെ BJP ശ്രമിക്കുന്നത് ഇപ്പോൾ കുറച്ച് ഡൽഹിയിലെ കുറേ കുട്ടികളെയും വിളിച്ചു കൂട്ടി അവിടെ വന്ന് തെരുവിൽ കിടന്ന് ബഹളം വെച്ചാൽ കേരളത്തിൽ പ്രതിപക്ഷമാകുമെന്നാണോ? മോഹൻ ഭഗവത് എന്ന് ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യമല്ലല്ലോ. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എത്രയേ ഉള്ളൂ. മോഹൻ ഭഗവത് നിങ്ങൾക്ക് വലിയ ആളായിരിക്കും, ഞങ്ങൾക്ക് വലിയ ആളാണല്ലോ. ഞാനിപ്പോ RSSന്റെ താത്വികാചാരനെ വലിയ ആളായിട്ട് കാണുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. ഞാനില്ല എന്നും പറയുന്നില്ല. കോൺഗ്രസ്സുകാർ പെണ്ണുപിടിയാനാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വെച്ചാൽ ചെയ്തിട്ടുള്ളത് അല്ല ഇതിനകത്ത് ഈ ചർച്ചയെ വ്യതിരിക്തമാക്കുന്നതിന് വേണ്ടി പ്രകോപനപരമായ പല ഭാഷകൾ ഉപയോഗിച്ചാലും പല പ്രകോപനപരമായ രീതിയിൽ ഞാൻ പറയട്ടെ ഫക്രുദ്ദീൻ സംസാരിച്ചപ്പോ ഒരു ചിന്തകൻ എന്നുള്ള മര്യാദയിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നിട്ടും എല്ലാ വികാരങ്ങളെയും അടിച്ചമർത്തി വെച്ചുകൊണ്ട് ഞാനും ഉണ്ടായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ഫക്രുദ്ദീൻ സംസാരിക്കുമ്പോൾ അതിനിടയിൽ കയറി നന്നായിട്ട് ഇടപെടാൻ എനിക്കറിയാം. അതിനുള്ള ഇവിടുത്തെ പ്രശ്നം അറിയോ? ഫക്രുദ്ദീൻ വല്ലാതെ ബഹളം വെക്കണ്ട. ഫക്രുദ്ദീൻ സഹിഷ്ണുത കാണിക്കണം. ഞാൻ പറയട്ടെ, ഒരു ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഞാൻ BJP ആയിരിക്കാൻ വേണ്ടി പറയല്ല. കേരളത്തിൽ ഭരിക്കുന്നത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എന്താ? നമ്മൾ വയലിൽ പണിയെടുത്താൽ വരമ്പത്ത് കൂലി കൊടുക്കുമെന്നുള്ള ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുപോയ രാഷ്ട്രീയ ചലനങ്ങൾ നിസ്സാരമല്ല. കേരളത്തിലെ CPM-നെ നിയന്ത്രിക്കുന്ന കണ്ണൂർ ലോബിയിലെ കണ്ണൂരിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് നമ്മുടെ ജയരാജൻ സഖാവ്, അദ്ദേഹം UAPA ചുമത്തിയ 16 കേസിൽ പ്രതിയായ ഒരാളിനെ പയ്യന്നൂരിലെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ നടത്തിക്കൊണ്ട് കേരളം ഇപ്പോഴും UDF ആണോ ഭരിക്കുന്നത് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ചലനങ്ങൾ ചെറുതല്ല. ഞാൻ പറഞ്ഞു വന്നത് കൊലപാതക രാഷ്ട്രീയം. കോടതി ഷിബിൻ വധക്കേസിൽ കോടതി വെറുതെ വിട്ടവൾ, ഒരുപക്ഷെ ഷിബിനെ കൊന്നത് അഫ്സലിന്റെ ആളുകൾ തന്നെ ആയേക്കാം. പക്ഷേ കോടതി വെറുതെ വിട്ട കേസിൽ അപ്പീൽ പോകുന്നതിന് പകരം 67 വെട്ടുകൾ വെട്ടി കൊലപാതകം നടത്തുകയും പ്രതികളെ പിടിക്കാതിരിക്കുകയും ചെയ്ത രാഷ്ട്രീയമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അക്രമങ്ങളെയും കൊലപാതകങ്ങളെയും ഒരു കാലത്തും യോജിക്കാൻ പറ്റില്ല. ഇവിടെ ദളിതന്റെ വിഷയമൊക്കെ ഫക്രുദ്ദീൻ ഒറ്റ മിനിറ്റ് കൂടെ തന്നാൽ മതി. പിന്നെ വർഗസമരത്തിന്റെയും അതുപോലെ തന്നെ നാടിന്റെ പ്രദേശത്തിന്റെ വിപ്ലവമായിട്ടൊക്കെ പറഞ്ഞു. കുട്ടിമാക്കൂലിൽ നമ്മുടെ ചന്ദ്രശേഖരനെതിരായി മത്സരിച്ച ഒറ്റ കാരണത്താലല്ലേ 2 ദളിത് കുട്ടികളെയും ആക്രമിക്കുകയും 2.5 വയസ്സുള്ള കുട്ടിയെ ഉൾപ്പെടെ ജയിലിലിടുകയും ചെയ്ത സംഭവങ്ങൾ. കുട്ടിമാക്കൂൽ സംഭവം കുട്ടിമാക്കൂൽ സംഭവം പറയുമ്പോൾ നിങ്ങൾ എന്തിനാ പ്രകോപിതനാവുന്നത്? കുട്ടിമാക്കൂൽ സംഭവത്തിൽ പോലും കാണിക്കപ്പെടുന്ന അസഹിഷ്ണുതയുടെ രാഷ്ട്രീയത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അത് BJP-യുടെ അക്രമത്തെയും CPM-ന്റെ അക്രമത്തെയും ഒരു കണ്ണൂർ ലോബി എന്നും ഈ വിധത്തിലൊക്കെ ചിത്രീകരിക്കാൻ ജയരാജൻ വിഷയമൊക്കെ കൂടി ഇതിലൂടെ ചേർത്ത് വായിക്കാൻ തരത്തിലുള്ള ഒരു ശ്രമം. അതല്ല, ഷഫീർ ഇപ്പോൾ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ മനോഭാവമാണത്. EP ജയരാജനെ വെടിവെച്ച് കൊല്ലാൻ RSSകാർ 2 പേരാ പോയത്. വിക്രംജാലിൽ ശശിയും പേട്ട ദിനേശനും, അയച്ചത് കോൺഗ്രസ് സുധാകരൻ. ഇതാണ് ഇവരുടെ അവിടുത്തെ ഐക്യം. അതുകൊണ്ട് അക്കാര്യത്തിൽ കോൺഗ്രസിന് എന്തായാലും CPM 2 കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് ധരിക്കുന്നവരാണ് കോൺഗ്രസ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം 2-3 അനുഭവങ്ങൾ പറഞ്ഞല്ലോ. ഇന്ന് വരെ കേരളത്തിൽ VM സുധീരനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, ഇങ്ങനെ കുറേ നേതാക്കന്മാരുണ്ട്. ഇവരാരെങ്കിലും ഒരാൾ RSSനെതിരെ അരയക്ഷരം പറയുന്നത് നമുക്ക് കേട്ടിട്ടുണ്ടോ? പറയില്ല. കാരണം അവരുടെ പ്രവർത്തകരെ കൊന്നാൽ പോലും മിണ്ടാതിരിക്കാൻ തക്ക രീതിയിലുള്ള വിധേയത്വം കോൺഗ്രസിന് RSSനോടുണ്ട്. അതാണ് വിഷയം. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഈ ചാരിത്ര പ്രസംഗമൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഒന്ന്. രണ്ടാമത്തത് RSSൻ്റെ വിഷയമാണ്. RSSനെ ഈ രാഷ്ട്രീയ പാർട്ടികളോട് എങ്ങനെ താരതമ്യം ചെയ്യും? അവർ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നുണ്ടോ? അവർ രാഷ്ട്രീയ പാർട്ടിയായിട്ട് പോലും പ്രവർത്തിക്കുന്നുണ്ടോ? അവരുടെ ഓഫീസ് എവിടെയും കാണുമോ? അവരുടെ ഏതെങ്കിലും പ്രവർത്തകരെ നമ്മൾ പരസ്യമായിട്ട് കാണുമോ? ഒരു ദിവസം കാലണ മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത കുമ്മനം വന്ന് BJP പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് അദ്ദേഹമാണ് RSSൻ്റെ ഇവിടുത്തെ പരമാധികാരി എന്ന് നമ്മളറിയുന്നത്. ഇത് രഹസ്യാത്മകതയും അതുപോലെ ജനാധിപത്യപരമായ എല്ലാ രീതികളും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഫാസിസ്റ്റ് രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് RSS. അതുകൊണ്ടാണ് അവർ പകവെച്ച് ലക്ഷ്യം വെച്ച് ആസൂത്രണം ചെയ്ത ആളുകളെ കൊല്ലുന്നത്. ഇന്നിപ്പോൾ പടുവിലായി പ്രദേശത്ത്, വാളാങ്കിച്ചാൽ പ്രദേശത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഈ കൊല്ലപ്പെട്ട അതാണല്ലോ നമ്മുടെ വിഷയം. കൊല്ലപ്പെട്ട മോഹനൻ ഏതെങ്കിലും ഒരു കേസിൽ പ്രതിയാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും കുഴപ്പം അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. അദ്ദേഹം കള്ള് ഷാപ്പിൽ തൊഴിലാളിയാണ്. ആ തൊഴിലാളിയെ നേരെ പോയി പട്ടാപ്പകലാണത് കൊല്ലുകയാണ്.
ഇവർ തൊഴിൽശാലകളിൽ ആദ്യമായിട്ടാണ് ഇവർ കൊലപാതകം തുടങ്ങിയത്, ബീഡി കമ്പനികൾ ആക്രമിച്ചുകൊണ്ട്. അതുപോലെ വീട്ടിൽ കയറി കൊല്ലുന്ന ഏർപ്പാട്. എല്ലാവർക്കും വീട് സുരക്ഷിതമായ സ്ഥലമല്ലേ? ആ സുരക്ഷിതമായ സ്ഥലം എന്ന് നാമെല്ലാം കരുതുന്ന വീട്, ആ വീട്ടിനാണ് അർദ്ധരാത്രി ചവിട്ടിപ്പൊളിച്ച് സുധീഷിനെ വലിച്ചിറക്കിയിട്ട് അച്ഛനും അമ്മയും പൊട്ടിക്കരയായിരുന്നു, കൊല്ലല്ലേ ഞങ്ങളെ കൊന്നോളൂ എന്ന്. അവരെയും വെട്ടി. എന്നിട്ടാണ് ആ അച്ഛൻ ഇപ്പോൾ ഇന്ന് അത്യാസന്ന നിലയിൽ കിടക്കുകയാണ്, സുധീഷിൻ്റെ അച്ഛൻ. അത് വേറൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ഓരോ തരത്തിലും പുതിയ പുതിയ ആക്രമണ രീതികൾ, ആക്രമണ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട്, അതുകൊണ്ടാണ് പറയുന്നത് വരമ്പത്ത് കൂലി കൊടുത്തതിനെ കുറിച്ച് ഇവർ പറഞ്ഞല്ലോ. വരമ്പത്ത് കൂലി കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് കേരളത്തിൽ ഇത്രയെങ്കിലും ജനാധിപത്യം പുലരുന്നത്. അത് കൊടുക്കാൻ സന്നദ്ധരായ സമൂഹവും രാഷ്ട്രീയവും ഇല്ലാത്തത് കൊണ്ടാണ് ഉനയിലെ പൊട്ടിക്കരച്ചിൽ നമ്മൾ പ്രകാശ് കാരാട്ട്, ബഹുമാനായ പ്രകാശ് കാരാട്ട് പറഞ്ഞത്, ഇദ്ദേഹം പറഞ്ഞു ഫാസിസ്റ്റ് സംഘടന BJP. ഞാൻ അറിയാത്ത കാര്യം പ്രകാശ് കാരാട്ട് പോലും BJP ഫാസിസ്റ്റ് സംഘടന അല്ല. നിങ്ങൾ പറയുന്നു അല്ല എന്ന് പറയുന്നു പ്രകാശ് കാരാട്ട്. മറുപടി പറയണം. അറിയാതെ പറയാണ്. അതാണ് മനോജ് പറയുന്നത്. ഫാസിസ്റ്റ് സംഘടന എന്ന് പറഞ്ഞില്ലേ? അങ്ങനല്ല ഫാസിസ്റ്റ് ഭരണകൂടം എന്നുള്ളത്. എന്ന് മാത്രമല്ല, ഫാസിസ്റ്റ് രീതിയിലുള്ള സംഘടന എന്ന് പറയുമ്പോൾ ഫാസിസ്റ്റ് സംഘടന അല്ലല്ലോ. മനോജ് ഇവിടെ പറയുന്നത് കേട്ടാൽ ഏറ്റവും നല്ല, ഇത്രയും ഒരു മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന വേറൊരു പാർട്ടി CPM പോലെ കേരളത്തിലില്ലെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരിക്കുക. ഏകപക്ഷീയമായി അങ്ങ് RSSും BJPയും ചെല്ലുന്നു, അവരിങ്ങനെ ഞങ്ങളെ കൊല്ലാൻ പാകത്തിന് നിന്നിരുന്നു. മിനിഞ്ഞാന്നൊരു പത്രവാർത്ത ഉണ്ടായിരുന്നു, CPMൻ്റെ പ്രധാന പ്രവർത്തകൻ്റെ വീട്ടിൽ നിന്ന് ബോംബുണ്ടാക്കാൻ വെച്ചിരിക്കുന്ന മെറ്റീരിയൽ സഹിതം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. CPMൻ്റെ കണ്ണൂരിൽ വ്യാപകമായ അക്രമം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ CPM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? സമാധാനം സംരക്ഷിക്കേണ്ട മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? അത് പ്രതികാരം, അത് സഹിക്കവയ്യാതെ ചെയ്തതായിരിക്കും. ആര് ചെയ്തു? ഞാൻ ചോദിക്കട്ടെ, ധർമ്മടം, പിണറായി എന്ന് പറയുന്ന സ്ഥലം, ധർമ്മടം മണ്ഡലത്തിൽപ്പെട്ട പിണറായി എന്ന സ്ഥലം അവരുടെ ചുവപ്പ് കോട്ടയാണ്. ഒരു സൂര്യൻ ഉദിക്കണമെങ്കിൽ അവരുടെ LC സെക്രട്ടറിയോട് ചോദിച്ചിട്ട് ഉദിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് പുത്തൻ കണ്ടെത്ത ഗുണ്ടാ സംഘം. അതെ, ഗുണ്ടാ സംഘത്തെ ആരാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം മനോജ്. നിങ്ങളിപ്പോൾ നേരിട്ട് ആക്രമിക്കുന്നില്ല, നിങ്ങളെല്ലാം കൊട്ടേഷൻ കൊടുക്കുകയാണ്. TP ചന്ദ്രശേഖരനെ കൊല്ലുന്നതും കൊട്ടേഷൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം ഞങ്ങൾ ആരും ആക്രമിക്കുന്നില്ല. ഞാനത് വിശ്വസിക്കുന്നു. CPM ഇപ്പോൾ കേരളത്തിൽ അക്രമ പ്രവർത്തനം നടത്താറില്ല. അവരെല്ലാം കൊട്ടേഷൻ പിണറായിയുടെ മണ്ഡലത്തിൽ നടക്കുന്ന കൊട്ടേഷൻ പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ ലോറിയിൽ നിന്ന് തെറിച്ച് വീണ് മറ്റൊരു വണ്ടിക്ക് മുമ്പ് വീണ മരിച്ച ആളാണ്. അതാണ് ഇവർ അദ്ദേഹത്തിന്റെ മകനോ പ്രചരിപ്പിക്കുന്നത്. അതായത് അന്ന് വൈകിട്ട് ശ്രീകുമാർ കേൾക്കൂ, അന്ന് വൈകിട്ട് ഞാൻ അവിടെ ദൃക്സാക്ഷിയാണ്. അന്ന് വൈകിട്ട് ആഹ്ലാദപ്രകടനം നടത്താൻ രവീന്ദ്രൻ മാത്രമല്ല, ഒരുപാട് കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ, ഇവരൊക്കെ വാഹനത്തിൽ ആഹ്ലാദപ്രകടനം നടത്തുകയാണ്. ആ സമയത്താണ് ഈ പുത്തൻ കണ്ടം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇവർക്ക് തന്നെ നിയന്ത്രണമില്ല. ഈ RSSന് പോലും നിയന്ത്രണമില്ലാത്ത ഗുണ്ടാ സംഘം ധർമ്മട മണ്ഡലത്തിലെ പിണറായിക്ക് അടുത്തുള്ള ആ ഗുണ്ടാ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്നും ഈ കൊലപാതകം നടന്നത്. അപ്പൊ അങ്ങനെ, അതായത് അവരാണ് ഈ വലിയ തോതിൽ ആക്രമണം നടത്തി പണം പിടുങ്ങുകയും ആ പണം RSSന്റെ ചില നേതാക്കളുമായിട്ട് പങ്കുവെക്കുകയും ചെയ്തിട്ട് ഇവരെ പാർട്ടിയിലെ വലിയ വിവാദം. മനോജ് ഒരുപാട് കാര്യങ്ങൾ RSSനെ കുറിച്ച് പറഞ്ഞു. മനോജ് RSSനെ കുറിച്ച് അറിയണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ, എന്താണ് ധരിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടെങ്കിലും താങ്കൾ എൻ്റെ കൂടെ വരണം. RSSനെ കുറിച്ച് അങ്ങ് പഠിക്കണം, എന്നിട്ട് പറയണം. ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കാനുള്ള വിവരം അവിടെ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ പറയണം. അല്ലാതെ വെറുതെ ഇങ്ങനെ പുകമറ സൃഷ്ടിക്കരുത്. ഞാൻ അദ്ദേഹത്തിലൂടെ പോയ ശേഷം വരാം. ശ്രീ PV തോമസ്, ഇവിടെ സുപ്രധാനമായ ഒരു വിഷയമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ദേശീയ രാഷ്ട്രീയം ആ ഒരു വിഷയത്തിലാണ്, ഇന്നത്തെ ഈ ഒരു സംഭവങ്ങൾ കേരളത്തിൽ നടക്കുമ്പോഴും ആ ഒരു വിഷയത്തിലാണ് താങ്കളുടെ അഭിപ്രായം എനിക്ക് വേണ്ടത് ഈ ചർച്ചയിൽ. പ്രത്യേകിച്ച് നിലവിലെ കേരള രാഷ്ട്രീയത്തിൽ BJP എവിടെ നിൽക്കുന്നു എന്നത് നിരീക്ഷിക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, ഒരു MLA സ്ഥാനമുണ്ട് എങ്കിൽ കൂടിയും അത് BJPക്ക് എത്രത്തോളം വരുന്നത് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിലും കൂടുതൽ BJP പ്രതീക്ഷിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ, ത്രിപുര പോലുള്ളിടത്ത് MLA-മാർ പോലും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ബംഗാളിൽ ഒരുപക്ഷെ CPM-ന്റെ തകർച്ചയോടുകൂടിയാണ് BJPക്ക് കടന്നു വരാൻ പറ്റിയത്. ഇത്തരത്തിൽ ദേശീയ രാഷ്ട്രീയത്തിൽ പലപ്പോഴും CPM-നെ തകർത്തുകൊണ്ട് മുന്നിലേക്ക് വരാമെന്നൊരു സ്ട്രാറ്റജി BJPക്ക് ഉള്ളതിന്റെ ഭാഗമായാണോ കേരളത്തിൽ കൂടി ഇങ്ങനെ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്? കേരളത്തിൽ BJPക്ക് ഒരു ലക്ഷ്യമുണ്ട്. കാരണം CPM-നെ തകർത്താൽ മാത്രമേ BJPക്ക് അവിടെ എന്തെങ്കിലും ആകുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് സംഭവങ്ങൾ നടക്കുന്നത്. അതായത് CPM-ൽ നിന്നും BJP-യിലേക്ക് ആൾക്കാർ വരുമോ എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അത് അക്രമ രാഷ്ട്രീയത്തിലൂടെയാണോ ആദർശ രാഷ്ട്രീയത്തിലൂടെയാണോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്.
അപ്പോൾ ഒരു MLA കിട്ടി രാജഗോപാലിന്. രാജഗോപാൽ ഞാൻ ഇവിടെ ഡൽഹിയിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യമായിട്ടുള്ള സംഭാവനയൊന്നും ഞാൻ അസംബ്ലിയിൽ കാണുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം മന്ത്രിയായിരുന്നു ഇവിടെ, നല്ലൊരു രാഷ്ട്രീയക്കാരനുമാണ്, സാത്വികനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ BJPക്ക് തീർച്ചയായിട്ടും CPMനെ വെട്ടിയിട്ട് മാത്രമേ ഒരു സ്ഥാനം പിടിക്കാൻ പറ്റുകയുള്ളൂ. അതായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഈ രാഷ്ട്രീയത്തിൻ്റെ ഒരു അടിസ്ഥാന കാരണം. പക്ഷേ അത് സാധിക്കുമോ എന്നുള്ളതാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഈ അക്രമ രാഷ്ട്രീയം രണ്ട് പാർട്ടിയും തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേരള ജനതയ്ക്കും കേരള രാഷ്ട്രീയത്തിനും കേരളത്തിനും നന്നായിരിക്കില്ല. അതുകൊണ്ട് ഒരു സമവായം, സമാധാനപരമായൊരു നീക്കത്തിലേക്ക് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പക്ഷേ BJP തീർച്ചയായിട്ടും ശ്രമിക്കും. അതുപോലെ CPM തിരിച്ചടിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ആദ്യം CPM അടിച്ചിട്ടുണ്ട്, തിരിച്ചടിച്ചിട്ടുണ്ട് ഇങ്ങോട്ടും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ CPM പ്രതീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ സ്ഥാനം കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നത്, BJP ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും CPMനെ തട്ടാൻ വേണ്ടിയായിരിക്കാം. അതിനുവേണ്ടിയായിരിക്കാം അഗ്രസീവായിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് പോകുന്നത്. അതിനെ അംഗീകരിക്കരുത്, രണ്ട് കൂട്ടരും അംഗീകരിക്കരുത്. രണ്ട് കൂട്ടരും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എങ്ങും എത്താത്ത ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് കേരളം പോവുകയായിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് വിവരമുണ്ട്, ബുദ്ധിയുണ്ട്, എല്ലാവർക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ഈ വടക്കൻ കേരളത്തിലെ പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയ പ്രതിസന്ധി, ഈ പ്രതികാര രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. BJP എന്ത് ശ്രമിച്ചുകൊണ്ടും രാഷ്ട്രീയത്തിലേക്ക് വരാൻ ശ്രമിക്കും, കേരള രാഷ്ട്രീയം പിടിക്കാൻ ശ്രമിക്കും. ഒരുപക്ഷെ CPM ആയിരിക്കാം അവരുടെ ഏറ്റവും വലിയ ശത്രു, അതായിരിക്കാം ഒരുപക്ഷെ ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം പറയാം, ഒരു രാഷ്ട്രീയമായിട്ട് നമ്മൾ സംഭവിക്കുമ്പോൾ, ഇതുപോലെ ഉണ്ടാകുമ്പോൾ ഒരാൾ മാത്രമല്ല, രണ്ട് കൂട്ടരും ഒരുപോലെ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അക്രമങ്ങൾ നടക്കുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് CPM വെറും ഒരു പാർട്ടിയല്ല, ഭരണകക്ഷിയാണ്. ഇന്ന് നേരത്തെയും ഭരണകക്ഷിയെ പോലെ തന്നെയാണ്. CPMന് ശക്തിയുണ്ട്, ഒരു സ്വാധീനമുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. അതുകൊണ്ട് CPM ആണ് മുൻകൈ എടുത്ത് ഇത് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും ശ്രമിക്കണം. പിണറായി വിജയന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ തിരികെ ചർച്ചയിലേക്ക് വരികയാണ്. ശ്രീ MS കുമാർ, ഇവിടെ പ്രധാനമായി സൂചിപ്പിക്കുന്ന ഒരു വിഷയം, പ്രത്യേകിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ BJP സ്വീകരിക്കുന്ന ഒരു അക്രമ നിലപാട്, അതാണ് ഇവിടെ പല വിഷയങ്ങളും എടുത്തു പറയുകയുണ്ടായി. ഇതിലൊക്കെ നിലപാട് സത്യത്തിൽ ഈ ഇന്നത്തെ ചർച്ച തന്നെ ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റു ചില വിഷയങ്ങളിൽ നിന്ന് വഴിമാറിപ്പോകാനുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളൊന്നുമല്ല. ഇപ്പോൾ നേരത്തെ ഒരു സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിക്കാൻ കൊള്ളാവുന്ന വിധത്തിൽ നമ്മുടെ ശ്രീ ഫക്രുദ്ദീൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അനുകൂലിച്ചോ പ്രതികൂലിച്ചോ എന്നല്ല, ഞാൻ പറഞ്ഞ വിഷയവുമായിട്ട് ഇപ്പോൾ ഊനയിലുണ്ടായ സംഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നി അതെല്ലാം BJP ആണ് ചെയ്യുന്നതെന്നാണ്. അവിടെ ഒരു സംഭവം ഉണ്ടായി. അവിടുത്തെ സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കേണ്ട ലാ ആൻഡ് ഓർഡർ വിഷയമാണ്. അവരുടെ പേരിൽ കേസെടുത്തു, അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ ഒരാൾ ഒരു മുസ്ലിം ചെറുപ്പക്കാരനാണ്. അവരുടെ പേരിൽ കേസ് നടക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു UPയിലെ സംഭവം പറഞ്ഞു. UPയിലെ ക്രമസമാധാനം പാലിക്കേണ്ട അവിടെ സർക്കാരല്ലേ, സംസ്ഥാന സർക്കാരല്ലേ? അല്ല UPയിലൊരു സംഭവം ഉണ്ടായ ഉടനെ പ്രധാനമന്ത്രി വരണോ ഇടപെടാൻ? അപ്പോൾ എല്ലാം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് BJPയിലേക്കാണ്, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരണം വന്നതിന് ശേഷമാണ്. അങ്ങനെയല്ല, ഓരോ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാനം പാലിക്കേണ്ടത് അത് സംസ്ഥാനങ്ങളാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാന സെക്രട്ടറി ആണല്ലോ പറഞ്ഞത് വയലിൽ പണിയെടുത്ത വരമ്പത്ത് കൂലി തരുമെന്ന്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താ? പോട്ടെ, അദ്ദേഹം പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ്, അദ്ദേഹം അതിലേക്ക് പ്രതികരിച്ചു, മനസ്സിലാക്കാം. സംസ്ഥാന മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ? കൊലപാതകത്തെ പറ്റി അത് പ്രതികരിച്ചതായിരിക്കുമെന്നാണ്. ഇത്ര ലാഘവത്തോടെയാണ് വെച്ചാൽ അനുവദിച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെയല്ലല്ലോ ഒരു സംസ്ഥാന ക്രമസമാധാന പാലനം കൂടി നോക്കുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പറയേണ്ടത് എന്താ? അദ്ദേഹം ഒരു കോൺഫറൻസ് വിളിച്ചുകൊണ്ട് ഒരു ചർച്ച വിളിച്ചുണ്ട്. ചർച്ചയുടെ ആവശ്യമില്ലെന്നല്ലേ മുഖ്യമന്ത്രി പറഞ്ഞത്? ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അക്രമം ഉണ്ടായാൽ മുഖ്യമന്ത്രി ചർച്ച ചെയ്യണം, അല്ലെങ്കിൽ ആരെങ്കിലും അതിനുവേണ്ടി നിയോഗിക്കണം. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ട് ഒരാൾ നിയോഗിക്കണം. ഞാനിത് ശ്രീ PM മനോജ്, അദ്ദേഹം ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഞാൻ അദ്ദേഹത്തോട് പറയും, ഈ അക്രമം അവസാനിപ്പിക്കണ്ടേ? നമ്മൾ രണ്ട് കൂട്ടരും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടോ കൊന്നിട്ടോ വഴക്കുണ്ടാക്കിയിട്ടോ ഒരാളും തകരുന്നില്ല. നിങ്ങളെ നശിപ്പിക്കാൻ ഞങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല, ഞങ്ങളെ നശിപ്പിക്കാൻ നിങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. അക്രമം കൊണ്ടും കൊലപാതകം കൊണ്ടും ഞങ്ങൾ മാളത്തിൽ ഒളിക്കുമെന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് മറിച്ചൊരു ധാരണ വെല്ലുവിളിയാണോ? അത് മറിച്ചൊരു ധാരണ നിങ്ങൾക്കും വേണ്ട. പക്ഷേ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇത് അവസാനിപ്പിക്കേണ്ട. എത്ര പാവപ്പെട്ട, എത്ര നിരപരാധികളായ കുട്ടികളാണ് അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. എത്രയോ അച്ഛനമ്മമാരാണ് ചെറുപ്പക്കാരായ മക്കളെ അവർ മരണം കണ്ട് ജീവിക്കുന്നത്. അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം. കേരളം വലിയ പ്രതീക്ഷയോടുകൂടിയാണല്ലോ നിങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. വ്യവസായങ്ങൾ വരണം, കേരളം വളരണം. എവിടെ വ്യവസായം വരും? ദിവസവും കൊലപാതകവും ഹർത്താലും ബന്ധും നടക്കുന്ന ഒരു സംസ്ഥാനത്ത് വ്യവസായം വരുമോ? ആരെങ്കിലും ബിസിനസ് നടത്താൻ വരുമോ?
അവിടെ ദയവായി കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കൊപ്പം പുരോഗതിയിലേക്ക് നയിക്കാൻ അക്രമം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കേണ്ടത് ഭരണകക്ഷി എന്ന നിലയിൽ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയാണ്, അതിൻ്റെ നേതൃത്വമാണ്. അവരത് തിരിച്ചറിയണം, അവരത് മനസ്സിലാക്കണം. ഒരു സംശയം വേണ്ട, ഇവിടെ അക്രമം അവസാനിപ്പിക്കാനും സമാധാനം പാലിക്കാനും ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന പ്രസ്ഥാനം CPIM ആയിരിക്കും, കമ്മ്യൂണിസ്റ്റുകാരായിരിക്കും, ഇടതുപക്ഷമായിരിക്കും എന്നതിൽ ആർക്കും ഒരു സംശയം വേണ്ട. പക്ഷേ ഈ സമാധാന നീക്കങ്ങളും ശ്രമങ്ങളൊന്നും നടന്നില്ല എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. പലതവണ നടന്നിട്ടുണ്ട്. നടന്ന് ആ സമ്മേളനം കഴിഞ്ഞ് ആളുകൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് RSS കൊലപാതകം നടത്തിയിട്ടുണ്ട്. നിരന്തരം കണ്ണൂർ ജില്ലയിലുണ്ടാകുന്ന അനുഭവം അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതലേ പറയുന്നത്, നിങ്ങൾ കോൺഗ്രസിനെയും CPM-നെയും താരതമ്യം ചെയ്യൂ, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെയും താരതമ്യം ചെയ്യൂ, BJP-യെ താരതമ്യം ചെയ്യൂ. പക്ഷേ BJP അടക്കം നിയന്ത്രിക്കുന്ന മറ്റൊരു ശക്തിയുണ്ട്, അത് RSS ആണ്. ആ RSS-ന് ഈ പറഞ്ഞതുപോലെ ഈ പ്രച്ഛന്ന വേഷത്തിൽ ചെന്നിട്ടെങ്കിലും കൊലപാതകവും അക്രമവും വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയവും നടത്തിയേ മതിയാവൂ. അങ്ങനെയാണ് അവരുടെ വളർച്ച, അങ്ങനെയാണ് അവരുടെ ചരിത്രം. ആ ചരിത്രത്തെ തിരുത്താൻ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ശക്തമായ സാന്നിധ്യം ഉണ്ടായി എന്നത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഈ കൊച്ചു കേരളം, ഇന്ത്യയുടെ ആകെ 1.18% മാത്രം ഭൂവിസ്തൃതിയുള്ള സംസ്ഥാനമാണ് കേരളം. ഈ കൊച്ചു സംസ്ഥാനത്തെ ഇവർ ദത്തെടുക്കാനും ഇവിടെ കണ്ണൂർ ജില്ലയെ ദത്തെടുക്കാനും ഇവിടേക്ക് സ്പെഷ്യൽ പാക്കേജ് ഉണ്ടാക്കാനും കേരളം പിടിച്ചെടുക്കാൻ കോഴിക്കോട്ട് ദേശീയ കൗൺസിൽ ചേരാനും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം എന്താ? ഈ കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സ് അത് പറിച്ചെറിഞ്ഞാൽ മാത്രമേ ഇവർക്ക് മറ്റിടങ്ങളിൽ അത് അതേ രീതിയിൽ പ്രയോഗിക്കാനുള്ള ഒരു അവസരമുണ്ടാകൂ എന്നവർ കരുതുന്നു. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ലക്ഷ്യമിടുന്നത് CPM-നെ തന്നെയാണ്, കോൺഗ്രസിനെ അവർ ലക്ഷ്യമിടേണ്ട കാര്യമില്ല. കാരണം കോൺഗ്രസ് ഇങ്ങനെ അലിഞ്ഞ് ഉപ്പ് വെച്ച കലം പോലെ ഇനി അവസാനം ഇവരുടെ കയ്യിൽ തന്നെ എത്തും കോൺഗ്രസ്. ആ അവസ്ഥയാണ്. കാരണം കൂട്ടത്തോടെ നമ്മൾ ചില സംസ്ഥാനങ്ങളിൽ കാണുന്നില്ല, കൂട്ടത്തോടെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ BJP-യിലേക്ക് പോകുന്നു. ഇതൊക്കെയാണല്ലോ കോൺഗ്രസിൻ്റെ അവസ്ഥ. ഇവിടെയും അതാണ് സംഭവിക്കാൻ പോകുന്നത്. അല്ല, അങ്ങനെ സംഭവിക്കണമെന്നല്ല, അങ്ങനെ സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കോൺഗ്രസ് ഈ പേരിലെങ്കിലും ഒരു കോൺഗ്രസ് ഇവിടെ ഉണ്ടാവണം എന്ന ആഗ്രഹക്കാരനാണ് ഞാൻ. കാരണം എന്നാൽ മാത്രമേ ഈ BJP പ്രതിനിധാനം ചെയ്യുന്ന ഈ മനുഷ്യത്വരഹിതമായ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തെ ചെറുക്കാൻ നമുക്ക് കഴിയൂ. ഞാൻ എന്തിനാണ് കേരളത്തെ ഇത്രയും വലിയ പ്രാധാന്യത്തോടെ ഇവർ കാണുന്നത്? എന്താണ് മറ്റ് കേരളത്തിൻ്റെ 3-4 മടങ്ങ് വലിപ്പമുള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ, ആ സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു സ്ട്രെയിൻ എന്തിനാണ് കേരളത്തിലേക്ക് എടുക്കുന്നത്? അത് കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സുകൊണ്ടാണ്. അത് തിരിച്ചറിഞ്ഞാലേ നമുക്ക് BJP, CPM, RSS, CPM സംഘർഷത്തെ വിലയിരുത്താൻ കഴിയും. മനോജിനോട് ഞാൻ 2 കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഒന്ന്, RSS-ഉം BJP-യും കേരളത്തിൽ മാത്രമല്ലല്ലോ, ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ട്. വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് സംഘർഷം ഉണ്ടെന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? 2 കേരളത്തിൽ CPM മുസ്ലിം ലീഗുമായിട്ട് സംഘർഷത്തിലാണ്, കോൺഗ്രസുമായി സംഘർഷത്തിലാണ്. കോൺഗ്രസ്സുകാരെ കൊല്ലുന്നു, ലീഗുകാരെ കൊല്ലുന്നു, CPI-ക്കാരെ കൊല്ലുന്നു, എന്തിന് CPM-കാരെ പോലും കൊല്ലുന്നു. മറ്റേ ഇവിടെ കോട്ടയം ജില്ലയിൽ PC ജോർജിൻ്റെ മണ്ഡലത്തിൽ ഈരാറ്റുപേട്ടയ്ക്ക് അടുത്തൊരു CPM പ്രവർത്തകനെ തന്നെ കൊല്ലും, CPM വിട്ടവരെ കൊല്ലുന്നു. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളെ ഓർഗനൈസേഷൻ ഏതെങ്കിലും മറ്റ് പാർട്ടികളുമായിട്ട്, മുസ്ലിം ലീഗുമായിട്ട് ഞങ്ങൾ സംഘർഷത്തിലാണോ? കോൺഗ്രസുമായിട്ടാണോ? CPI-യുമായിട്ടാണോ? അപ്പോൾ ആരാണ് അക്രമകാരികളെന്നുള്ള കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. കേരളത്തിന് പുറത്ത് ഞങ്ങൾ എവിടെയെങ്കിലും സംഘർഷം നടക്കുന്നുണ്ടോ? പിന്നെ കേരളം എന്തിനു ഞങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു? എന്താ, ഞങ്ങൾക്ക് കേരളം എന്താ അന്യതമാണ്? കേരളം ഇന്ത്യയിലുള്ള സംസ്ഥാനമല്ലേ? കേരളം ഞങ്ങൾക്ക് പ്രവർത്തിക്കേണ്ട മേഖലയല്ലേ? കേരളം ഇവർക്ക് എഴുതി കൊടുത്തിട്ടുണ്ടോ? ഞങ്ങൾ കേരളം വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പൊയ്ക്കണമെന്നാണ്? അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും ധരിക്കണ്ട. പിന്നെ മന്ത്രിമാരും മറ്റും കൂട്ടത്തോടെ പോകുന്നത് അങ്ങ് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. പശ്ചിമ ബംഗാളിൽ കൂട്ടത്തോടെ കോൺഗ്രസിലേക്കോ BJP-യിലേക്കോ അല്ല, അവരെല്ലാം മമതാ ബാനർജിയുടെ തൃണമൂലിലേക്ക് പാർട്ടി ഓഫീസ് സഹിതം പോയ കഥകളുണ്ട്. ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസ് ഒന്നടങ്കം. ഞാൻ ശ്രീ PV തോമസിലേക്ക് കൂടെ പോയ ശേഷം തിരികെ ചർച്ച വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ശ്രീ PV തോമസ്, പ്രത്യേകിച്ച് ഇവിടെ സുപ്രധാനമായും കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ വിഷയങ്ങളിലൊക്കെ തന്നെ ഓരോ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ അതത് വിഷയങ്ങളിലൊക്കെ BJP സ്വീകരിക്കുന്ന നിലപാടും കേരളത്തിലെ നിലപാടും എല്ലാം കൂടി താരതമ്യപ്പെടുത്തിയിട്ടുള്ള BJP പൊതുവായ നിലപാടുകളാണ് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത്. പ്രത്യേകിച്ച് രാജ്യം നേരിടുന്ന മറ്റ് പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ സമീപകാലത്തായി BJP കൈക്കൊള്ളുന്ന നിലപാടുകളുടെ ഒക്കെ ഒരു പൊതുവായ ഒരു ചിത്രം, അതുകൂടി ഒരു ദേശീയ രാഷ്ട്രീയത്തെ കൂടി പരിശോധിച്ച് വിലയിരുത്തിയാൽ. അതായത് BJP ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം, BJP ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. അതായത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അവിടെ ഹിന്ദു രാഷ്ട്രം എന്നുള്ള ഐഡിയയ്ക്ക് ഇതിൻ്റെ പേരിൽ വന്നതാണെങ്കിൽ പോലും അതിനൊന്നും സ്ഥാനമില്ല. കാരണം അതൊക്കെ വേറെ ഇഷ്യൂസാണ്. അതൊക്കെ ഒത്തിരി ഡിബേറ്റ് ചെയ്ത് ഒത്തിരി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അതങ്ങനെ നമുക്കറിയാം. കോമൺ സിവിൽ കോഡിൻ്റെ കാര്യം എല്ലാം വരുമ്പോൾ നമുക്കറിയാം. അതൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും
BJP ഇന്ന് മനസ്സിലാക്കേണ്ട അതിൻ്റെ ഉത്തരവാദിത്വം അത് ഒരു ഭരണകക്ഷിയാണെന്നുള്ളതാണ്. ആ ഭരണകക്ഷിയാണ് നരേന്ദ്രമോദിയാണ് പ്രധാനമന്ത്രി. നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അതിന് ഈ പശു സംരക്ഷകരുടെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരുടെയോ ഒന്നും യാതൊരു സംരക്ഷണവും നൽകാൻ പാടില്ല. കാരണം അതിൻ്റെ പേരിലാണോ വന്നത്? കാരണം ഇത് പതിയെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഹിന്ദു രാഷ്ട്രം എന്നുള്ള ഒരു ആശയം അത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള ആൾക്കാർക്ക് ഇവിടെ ഒരിക്കലും ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു ജീവിതം നടക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ദാദ്രിയിൽ ഞാൻ പറഞ്ഞ അഖിലാഖിൻ്റെ സംഭവം ഉണ്ടായത്. ഒത്തിരി സംഭവങ്ങളുണ്ട്. ഒത്തിരി ജനങ്ങൾക്ക് ഒത്തിരി ഭയമുണ്ട് ഈ ഒരു സംഭവം കൊണ്ട്. നമ്മൾ ഒരുമിച്ച് നിൽക്കുകയല്ലേ. നമ്മൾ പാകിസ്ഥാൻ്റെ ഭീകരാക്രമണം വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ്. നമ്മളതിൽ ഒരു പുറകോട്ട് പോകുകയില്ല. സർജിക്കൽ സ്ട്രൈക്ക് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം നമ്മുടെ DGMമാർ പറഞ്ഞു കഴിഞ്ഞു. അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ അത് രാഷ്ട്രീയവൽക്കരിക്കരുത്. അത് രാഷ്ട്രീയമായിട്ട് മുന്നെടുക്കാൻ ശ്രമിക്കരുത്. അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മോദി പോലും പറഞ്ഞു ഈ തവണത്തെ ദസറ ഒരു വ്യത്യസ്തമായ ദസറ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് പത്രങ്ങളെല്ലാം ഇന്ന് ഡൽഹിയിലെ പത്രങ്ങളെല്ലാം ഇംഗ്ലീഷ് പത്രങ്ങളെല്ലാം പറഞ്ഞത് അത് ഉദ്ദേശിച്ചതാണ് ഈ സർജിക്കൽ സ്ട്രൈക്കാണ്. നമ്മളിതിനെ ഒന്നും രാഷ്ട്രീയവൽക്കരിക്കരുത്. നമ്മൾ മോഡിയുടെ ഒപ്പം നിൽക്കും. മോഡി എന്ത് തീരുമാനം എടുക്കുന്നു, ഇന്ത്യൻ ആർമി എന്ത് തീരുമാനം എടുക്കുന്നു, അതിനൊപ്പം നമ്മൾ നിൽക്കും. കാരണം ഇന്ത്യ ഇല്ലെങ്കിൽ നമ്മളില്ല. പക്ഷേ അതിനപ്പുറം ഇതിൻ്റെ ഒരു RSSൻ്റെ രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ BJP രാഷ്ട്രീയമായിട്ടോ സംഘപരിവാർ രാഷ്ട്രീയമായിട്ടോ ഒന്നും തരം താഴ്ത്തരുത് ഈ ഇതുപോലുള്ള പ്രശ്നങ്ങളെ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമാധാനത്തെ പറ്റിയൊക്കെ ഇപ്പോൾ തോമസ് അവിടെ നിന്ന് പറയാം. സത്യത്തിൽ CPM റീസെൻ്റ്ലി CPMൻ്റെ 2 അനുയായികൾ ഈ കൊല ചെയ്യപ്പെട്ടിട്ട് CPM പ്രതികരിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ എന്താ കണ്ടത്, തുടർച്ചയായി പിന്നെ പയ്യന്നൂരും പോയി വെട്ടിയതിന് ശേഷമാണ് പ്രതികരിച്ചത്. അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ കയറി വിട്ടുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അത് പ്രതിരോധമായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ കതിരൂർ മനോജ് വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം തിരിച്ചടി വേണ്ട, ഞങ്ങൾ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങാൻ BJP നയസമീപനം കൈക്കൊണ്ടിരുന്നു. ഞാനൊക്കെ അതിന് സ്വാഗതം ചെയ്തതാണ്. അങ്ങനെ തീരട്ടെ ആ പ്രശ്നം. പക്ഷേ എന്താണ്, അത് കഴിഞ്ഞിട്ടാണ് CPM പ്രവർത്തകരെ നിരനിരയായി കൊല്ലുന്ന അവസ്ഥ വന്നത്. അതുകൊണ്ട് നമ്മൾ ഏത് രീതിയിലാണ് പ്രതിരോധിക്കാൻ? വെട്ടാൻ വരുന്ന പോത്തിനോട് വേദം ഓതിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ വെട്ടാൻ വരുന്ന പോത്തിൻ്റെ സ്വഭാവം ആർക്കാണുള്ളത് അവരത് കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്താൽ കണ്ണൂരെ പ്രശ്നങ്ങൾ തീരും. അല്ലാതെ നമ്മൾ അവിടെ ഈ ശീതീകരിച്ച മുഖയിൽ ഇരുന്നുകൊണ്ട് തീരുന്ന പ്രശ്നമല്ല അവിടെ. അതായത് CPM മാത്രമാണ് അക്രമകാരികളെന്ന് ഇദ്ദേഹം പറഞ്ഞു. മറ്റു പാർട്ടികളുമായിട്ടല്ല CPM വഴക്കാണെന്ന്. ഞാൻ ആദ്യം പറഞ്ഞ സത്യനെ കൊന്നത് RSS ആണ്. അതുപോലെ നിരവധി കേളു ജനതാദൾ പ്രവർത്തകൻ കൊന്നത് RSS ആണ്. അതുപോലെ രാജീവൻ കോൺഗ്രസ് പ്രവർത്തകൻ കൊന്നത് RSS ആണ്. ഇങ്ങനെ ഇപ്പോൾ ഇവിടെ കണ്ണനായരുടെ കാര്യം പറഞ്ഞു. യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റിനെ ആക്രമിച്ച് അദ്ദേഹത്തിൻ്റെ വീട് 7 തവണ ആക്രമിച്ചത് RSS ആണ്. അതുകൊണ്ട് തന്നെ സകലരെ നശിപ്പിക്കാൻ ഇവർക്ക് അടി കിട്ടിയാലേ ഇവർ നിൽക്കുമെന്ന് അടിക്കാൻ തയ്യാറാവുന്നവരെയാണ് നമ്മൾ ആദരിക്കുന്നത്. അല്ല, ഇതൊന്നും ഷബീറിന് പോലും അറിയില്ല. സമയപരിധി ഉള്ളതുകൊണ്ടാണ് വളരെ വേഗം. ഏതായാലും വളരെ നന്ദി ചർച്ചയിൽ പങ്കുചേർന്ന് സംസാരിച്ച ശ്രീ PM മനോജ്, ശ്രീ MS കുമാർ, ഒപ്പം തന്നെ ശ്രീ PV തോമസ്, ഫക്രുദ്ദീൻ, അഡ്വക്കേറ്റ് BRM ഷഫീർ. ചർച്ച വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.